പ്രിയമുള്ളവരെ, ഞാൻ പുതിയ ഒരു സിനിമയുമായി നിങ്ങളുടെ മുമ്പിലെത്തുകയാണ്. മനോഹരമായ പുഴ എൻ്റെ പിന്നിൽ ഒഴുകുന്നുണ്ട്. ഞാൻ ഈ പുഴയോരത്തിൻ്റെ കഥയാണ് പറയുന്നത്. പുഴ മനോഹരമാണ്. തെളിനീര് ഒഴുകുന്ന ഒരുപാട് പുഴകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുലംകുത്തി പായുന്ന പുഴ കണ്ടിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ചളിവെള്ളക്കോലങ്ങൾ ഒഴുകുന്ന പുഴകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കഥയിൽ ഇത്തരം പരിതസ്ഥിതിയിൽ നിന്ന്, ഒരു ദുരന്ത പര്യവസായ ജീവിതഭൂമിയിൽ നിന്ന് വീണ്ടും മനോഹരമായ ഒരു പുഴയോരത്തേക്ക് എത്തുന്ന, പരസ്പരം രക്തബന്ധമല്ലെങ്കിലും പ്രകൃതി ദുരന്തങ്ങളുടെ മുഖങ്ങളിലൂടെ ഒഴുകി അവരെ രക്തബന്ധുക്കളാക്കിയ ചില ആളുകൾ ഒരു ശാപഭൂമിയിൽ നിന്ന് കുടിയേറി പ്രതീക്ഷാ നിർഭരമായ ഒരു സ്ഥലത്തെത്തുകയാണ്. അവിടെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളുടെ കഥയാണ് ഞാൻ എൻ്റെ ഈ പുതിയ സിനിമയിലൂടെ പറയുന്നത്. കഥയെക്കുറിച്ചോ സിനിമയുടെ മറ്റു വശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. ഇതിൻ്റെ ചിത്രീകരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. എൻ്റെ കൂടെ ആദ്യകാലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ചില ആളുകൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. ഈ സിനിമയുടെ ക്യാമറ ചെയ്യുന്നത് മനോജ് നരവൂരാണ്. കഥയുടെ ആ സ്വഭാവം ചിത്രീകരിക്കാൻ അനുകൂലമായ ആ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഫ്രെയിമുകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വളരെ ബ്രില്യൻ്റായ ഒരു ക്യാമറമാനാണ് മനോജ് നരവൂർ. എൻ്റെ ഈ സിനിമയിലെ നായിക മലയാളിയാണെങ്കിൽ തന്നെയും ദുബായിൽ ജീവിക്കുന്ന, അവിടെ ജോലി ചെയ്യുന്ന നടിയും അതേപോലെ തന്നെ നർത്തകിയൊക്കെ ആയ നിഷി ഗോവിന്ദാണ്. നിഷി ഗോവിന്ദ് പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പല സിനിമകളും പുറത്ത് വരാനുണ്ട്. വളരെയധികം കഴിവുള്ള ഒരു അഭിനേത്രിയാണ്. അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടും ആ പാടവം കൊണ്ടും ഈ സിനിമയിലെ എൻ്റെ മനസ്സിലുള്ള രുദ്ര എന്ന കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ യോജിച്ച ഒരു അഭിനേത്രി തന്നെയാണ്, അഭിനയ പ്രതിഭ തന്നെയാണ് നിഷി. ഓരോ സീനുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ സീന് തുടങ്ങി അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ അഭിനയ ചാതുരി കൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേകതയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കൂടാതെ സുരേഷ് അരങ്ങ് അഭിനയിക്കുന്നുണ്ട്. മറ്റ് കഴിവുറ്റ സാങ്കേതിക പ്രവർത്തകരുണ്ട്. മനോഹരമായ ഗാനങ്ങളുണ്ട്, നാടകീയ രംഗങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണിത്. പച്ചയായ ജീവിത യാഥാർത്ഥ്യം. നമ്മൾ നിസാരരാണ്. പ്രകൃതിയുടെയും പ്രകൃതി ശക്തികളുടെയും ദുരന്തങ്ങളുടെയും മുമ്പിൽ നമ്മൾ വളരെ നിസാരരാണ്. അഹങ്കരിക്കാൻ ഒട്ടും അർഹതയില്ലാത്തവരാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ജീവിതങ്ങളെയാണ് ഞാനിതിൽ അവതരിപ്പിക്കുന്നത്. കഥയിൽ വരുന്നവർ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള അഭിനിവേശവും അവഗണനയും ദുരന്തങ്ങളും വേദനയും നൊമ്പരവും ഒക്കെ ഏറ്റുവാങ്ങിയവരാണ്. പ്രതീക്ഷയുടെ തുരുത്തിൽ അവരെത്തിച്ചേരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ എത്രത്തോളം സാർത്ഥകമാവുന്നു എന്നുള്ളത് സിനിമയിലൂടെ ഞാൻ പറയുകയാണ്. എന്തു തന്നെയായാലും ശരി, ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്ന സുരേഷ് അരങ്ങ്, അതേപോലെ തന്നെ വളരെ പ്രധാനമായ വേഷം ചെയ്യുന്ന നമ്മുടെ രുദ്ര എന്ന കഥാപാത്രം എടുക്കുന്ന
ഈ നിഷി ഗോവിന്ദ്, സുരേഷിൻ്റെ കഥാപാത്രം മൂപ്പൻ എന്നു പേരുള്ളൊരു കഥാപാത്രമാണ്. ഇവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുന്നു. ആ അഭിനയ മുഹൂർത്തങ്ങൾ എന്തു തന്നെയായാലും ശരി മലയാളി പ്രേക്ഷകർ, സിനിമാ പ്രേക്ഷകർ ഏറ്റുപോകുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. മുമ്പ് എൻ്റെ സിനിമകളെല്ലാം സ്വീകരിച്ച നല്ലവരായ മലയാള പ്രേക്ഷകർ ഈ സിനിമയും സന്തോഷപുരസരം സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. വളരെ ലളിതമായ ഒരു ക്യാൻവാസിൽ വളരെ മനോഹരമായ, തരളമായ, ആർദ്രമായ ഒരു കഥ പറയുകയാണ്. നമസ്കാരം. എൻ്റെ സിനിമയിലെ രുദ്ര എന്ന് പറയുന്ന നായികയെ അവതരിപ്പിക്കുന്ന അഭിനേത്രിയാണ് നിഷി ഗോവിന്ദ്. മനോഹരമായ മുഹൂർത്തങ്ങളുടെ, വളരെ ചടുലമായ അഭിനയ മുഹൂർത്തങ്ങളോടെ ഞാൻ അത്ഭുതപ്പെടുത്തിയവരുണ്ട്. എന്തുതന്നെയായാലും ശരി, സ്ത്രീ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ഒരു സിനിമയിൽ നിഷി ഗോവിന്ദിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത് എന്നും മലയാളി സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സങ്കീർണവും ശക്തവുമായ ഒരു കഥ, ആ കഥാപാത്രം നിഷി ഗോവിന്ദിനെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ നിഷിക്ക് ഏറ്റവും ചേരുന്നതും നിഷി ഏറ്റവും കൂടുതൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഏതായാലും ഞാനും ഇതിൽ ഒരു അതിതീവ്രമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. ഒരു തരത്തിൽ ഭക്തിയാണ് ഒരു സ്ഥലത്തെങ്കിലും മറ്റൊരു സ്ഥലത്ത് വിപ്ലവം. ഇതിൻ്റെയൊക്കെ ഒരു വേർതിരിച്ചറിയാൻ കഴിയാത്ത, പേര് പറയാൻ പറ്റാത്ത ഒരു ഒരു കൂടിക്കലറിൽ ഈ പുഴയോരത്ത് നടക്കുന്നുണ്ട്. അല്ലേ നിഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ, സിനിമയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കാം. സജീവ് കിളികുലം രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന രുദ്ര എന്ന മൂവിയിലെ രുദ്ര എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എൻ്റെ പേര് നിഷി ഗോവിന്ദ്. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മറന്നു പോവാത്ത ഒരു സിനിമ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കണ്ണകി. മലയാളി പ്രേക്ഷകർ എന്നും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന കണ്ണകി എന്ന മൂവിയിലെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ള സജീവ് കിളികുലത്തിൻ്റെ രുദ്ര എന്ന ഈ മൂവിയിലെ രുദ്ര എന്ന ക്യാരക്ടർ എനിക്ക് അദ്ദേഹം തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അദ്ദേഹത്തിനോട് താങ്ക്സ് പറയണം. കാരണം അത്രയും അഭിനയ മുഹൂർത്തവും ഭയങ്കരമായിട്ടുള്ള എനിക്ക് എങ്ങനെ അത് പറയണമെന്നറിയില്ല, ഒരുപാട് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് സജീവ് കിളികുലം എന്നിൽ ഏൽപ്പിച്ചത്. അപ്പം എനിക്ക് ഇത്രയും ഒരു ഡെപ്തുള്ള ക്യാരക്ടറാണ് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വിളിച്ചപ്പം ഞാൻ കണ്ണകി എന്ന മൂവിയിലെ ആ ഒരു മലയാളി പ്രേക്ഷകർ, അന്ന് ഞാനും ആ മൂവിയുടെ ഒരു വലിയൊരു ആരാധകയായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓടി ഇത് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് അദ്ദേഹത്തിനോട് വീണ്ടും അങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുകയാണ് ഉണ്ടായത്. ആക്ച്വലി ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ്. അവിടുന്ന് വർക്കിൽ ഇപ്പം ലീവ് എടുത്ത് ഈ ക്യാരക്ടർ ചെയ്തതിൻ്റെ കാരണവും ഈ ക്യാരക്ടറിൽ ഉള്ള ഒരു സ്ത്രീ കഥാപാത്രത്തിന് അത്രയും കൂടുതൽ പ്രാധാന്യം സജീവ് കിളികുലം ഈ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ആധുനിക ഈ യുഗത്തിൽ, ഈ കാലഘട്ടത്തിൻ്റെ പല രീതിയിലുള്ള നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര പ്രൗഢിയായിട്ട് ജീവിച്ചാലും ചെറിയ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു ഒന്നുമില്ലാതായി പോകുന്ന ഒറ്റ നിമിഷം കൊണ്ട് നമ്മളുടെ സമ്പാദ്യവും നമ്മളുടെ എല്ലാം നഷ്ടപ്പെടുന്ന ആ ഒരു മുഹൂർത്തം, അങ്ങനെയുള്ള പല മുഹൂർത്തങ്ങൾ, പല ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പല മുഹൂർത്തങ്ങൾ സജീവ് കിളികുലം ഈ സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭക്തിയുടെ മാർഗത്തിൽ കൂടിയും വിപ്ലവത്തിൻ്റെ മാർഗത്തിൽ കൂടിയും സിനിമ പോകുന്നു. എല്ലാം കൊണ്ടും വളരെയേറെ ഒരു മലയാളി പ്രേക്ഷകർക്ക് ഇതൊരു നല്ല ഒരു വിഷലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സജീവ് കിളികുലം ഈ സിനിമയിലൂടെ എനിക്ക് തന്ന ഈ രുദ്ര എന്ന കഥാപാത്രത്തെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഈ പുഴയോരത്ത്
കഴിഞ്ഞ ഒരു 15-20 ദിവസമായി ഞങ്ങൾ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറച്ചുകൂടെ ബാക്കിയിരിക്കുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ മലയാളി പ്രേക്ഷകരും സജീവ കുളികലം ഡയറക്ഷനും രചനയും കൂടാതെ പ്രൊഡക്ഷനും നിർവഹിക്കുന്ന ഈ സിനിമ മലയാളികളായിട്ടുള്ള എല്ലാ പ്രേക്ഷകരും നെഞ്ചിലേറ്റി തന്നെ ഇത് സ്വീകരിക്കുമെന്നും എൻ്റെ രുദ്ര എന്ന കഥാപാത്രത്തെ എല്ലാവരും അംഗീകരിക്കുമെന്നും ഞാൻ വളരെയേറെ വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, അതിലേറെ വിശ്വാസവുമുണ്ട്.